പരിശ്രമം വിജയം കണ്ടതിന്റെ സന്തോഷത്തിൽ അവൾ കിടന്നു. അവളുടെ പെരുമാറ്റത്തിൽ നേരിയ പതർച്ച അനുഭവപ്പെടുന്നതായി ദേവന് തോന്നി. അവളെ എങ്ങനെ നേരിടാമെന്ന് ആലോചിച്ച് അവനും ഉറങ്ങി. പിറ്റേന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. രാവിലത്തെ കാപ്പികുടിയും കഴിഞ്ഞ് ഊണിനായി ചെറിയ രീതിയിൽ ഒരു സദ്യ തന്നെ ഒരുക്കി. സദ്യ കഴിച്ച ക്ഷീണത്തിൽ എല്ലാവരും അവിടെ ഇവിടെയായി കിടന്നു. ഫോണിലേക്ക് മിഴികൾ ഊന്നിയിരിക്കുന്ന ദേവനെ കണ്ടുകൊണ്ടാണ് അവൾ റൂമിലേക്ക് ചെന്നത്. ബോണറ്റിൽ ചാരിയിരിക്കുന്ന അവനെ ഒന്ന് നോക്കിയതിനു ശേഷം അവനെ മറികടന്ന് കട്ടിലിന്റെ അങ്ങേയറ്റം അവൾ സ്വന്തമാക്കി. വൈകിട്ട് സിറ്റിയിൽ പോണം. 4 മണിക്ക് റെഡിയായില്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യം നോക്കി പോകും. ഫോണിൽ തന്നെ നോക്കി അവൻ പറഞ്ഞു. അവിടുത്തെ സ്ഥായീഭാവം കണ്ട് അവളോടാണ് പറഞ്ഞതെന്ന് അവൾക്ക് മനസ്സിലായി. ഫോണിൽ 3:30 അലാറം സെറ്റ് ചെയ്തു വെച്ചു. എങ്ങാനും ഉറങ്ങിപ്പോയാൽ ഈ കാലമാടൻ പിടിച്ചു വിഴുങ്ങിയാലോ? മയക്കം കണ്ണുകളിലേക്ക് പടർന്നു. കൃത്യം 4 മണിക്ക് ഇറങ്ങിയാലും പാടി നോക്കി പോകുമെന്ന് പറഞ്ഞതല്ലേ? 4 മണിയൊക്കെ കഴിഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് അവൻ എഴുന്നേറ്റിരുന്നു. രൂക്ഷമായി അവളെ ഒന്ന് നോക്കിയതിനു ശേഷം ബാത്റൂമിലേക്ക് കയറി. അവന്റെ നോട്ടം കണ്ട് കടിച്ചമർത്തിയ ചിരി പതിയെ പുറത്തേക്ക് വന്നു. താഴേക്ക് ചെന്ന് അമ്മയോടും അച്ഛനോടും കാര്യം പറഞ്ഞിട്ട് ഹാളിൽ ദേവനെ കാത്തിരുന്നു. ഫുൾ സ്ലീവ് ബ്ലാക്ക് ടെനിം ടീഷർട്ടും സ്കിൻ കളർ ജീനും ഇട്ട് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ദേവനെ കണ്ട് അവൾ നോക്കി നിന്നുപോയി. ദേവി, ഈ കോലത്തിൽ ഈ മനുഷ്യനെയും കൊണ്ട് ഞാൻ എങ്ങനെ പുറത്തു പോവും? ഉള്ള പെടക്കോഴികളൊക്കെ ഇയാളുടെ പിറകെ ആയിരിക്കും. ചെല്ലുമോളെ, മായ പറയുന്നത് കേട്ടാണ് അവൾക്ക് ബോധം വന്നത്. ഫോണും എടുത്ത് വണ്ടിയുടെ കോ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. അവൾ കയറിയതും അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോയി. ബോറടിച്ചു മരിക്കാറായി എന്ന് തോന്നിയപ്പോഴാണ് അവൾ മ്യൂസിക് പ്ലെയറിൽ കയ്യമർത്തിയത്. ഹൈ വോളിയത്തിൽ പാട്ട് കേട്ട് അവൾ ഞെട്ടിപ്പോയിരുന്നു. വീണ്ടും എന്തിലൊക്കെയോ അമർത്തി ഓഫ് ചെയ്തു. ഡി നീ അത് നശിപ്പിക്കുവോ? ചുണ്ടു കൊട്ടിക്കൊണ്ട് അവൾ തിരിഞ്ഞിരുന്നു. മര്യാദയ്ക്കൊന്നുള്ള പാട്ടൊന്നും ഇല്ലേ ആവൂ. ഹെഡ്സെറ്റും എടുത്തില്ലല്ലോ. അവൾ പിറുപിറുക്കുന്നത് കണ്ട് അവൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു. കുറച്ചു നേരത്തെ യാത്രയ്ക്കൊടുവിൽ കാർ ഒരു വലിയ വെഡ്ഡിംഗ് സിൽക്സ് പാർക്കിന്റെ ഏരിയയിലേക്കെത്തി. വണ്ടി പാർക്ക് ചെയ്ത് രണ്ടുപേരും എൻട്രൻസിലേക്ക് നടന്നു. അത്യാവശ്യം തിരക്കേറിയ സ്ഥലമായിരുന്നതിനാൽ അവൾ അവൻ്റെ കൂടെ തന്നെ നടന്നു. സെയിൽസ് ഗേളിനോട് അവൾ സെക്ഷൻ പറഞ്ഞു കൊടുത്തിട്ട് തിരിഞ്ഞതും അവനെ കണ്ടില്ല. ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു വെയിറ്റിംഗ് ഏരിയയിലിരുന്ന് ഫോണിൽ കുത്തുന്നു. ആ കുട്ടിയോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ അവിടത്തേക്ക് ചെന്നു. അതെ, ഇങ്ങോട്ട് വന്നേ, ഞാൻ ഒറ്റയ്ക്ക് പോകില്ല. അവൻ്റെ മുന്നിൽ ചെന്ന് കൈകെട്ടി നിന്നുകൊണ്ട് അവൾ പറഞ്ഞു. നീ എന്താ കൊച്ചുകുട്ടിയാണോ? ആ അതെ, അവനെ നോക്കി പറഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ കൈകളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇങ്ങോട്ട് വാ. കയ്യിൽ പിടിച്ച് ലിഫ്റ്റിന് നേരെ നടന്നു. അവിടെയുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി വേറെ വഴിയില്ലാതെ അവളുടെ കൂടെ നടന്നു. 3rd ഫ്ലോറിലായിരുന്നു അവർക്ക് പോകേണ്ടത്. ലിഫ്റ്റിൽ കയറിയിട്ടും അവൾ അവൻ്റെ കൈ വേർപെടുത്തിയിരുന്നില്ല. അവൻ അതിന് ശ്രമിച്ചപ്പോഴൊക്കെ അവൾ കൂടുതൽ മുറുകെ പിടിച്ചിരുന്നു. കുർത്തി സെക്ഷനിൽ നിന്ന് 2 കുർത്തിയും അതിനു മാച്ചായ പലാസോയും എടുത്തു. അവളുടെ കണ്ണുകൾ അതിന് തൊട്ടടുത്തുള്ള സാരി സെക്ഷനിലേക്ക് നീണ്ടു. സാരി എടുക്കണോ? ആവശ്യത്തിന് അവിടെയുണ്ട്, അതൊക്കെ മതി. അവൾ ആലോചിച്ചുകൊണ്ട് തിരിഞ്ഞ് ദേവനെ നോക്കി. അയ്യോ, ഇവിടെ വെച്ചിരുന്ന സാധനം എവിടെ പോയി? അവളുടെ ആത്മകഥം കുറച്ച് ഉച്ചത്തിലായതിനാൽ അടുത്തു നിന്ന് സെയിൽസ് ഗേൾ കേട്ടിരുന്നു. എന്താ മാഡം, എന്തു പറ്റി? എന്തെങ്കിലും മിസ്സിംഗ് ആണോ? മിസ്സിംഗ് ആണ്, അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറഞ്ഞു. എന്ത് സാധനമാണ് മാഡം? ഞാൻ ഹെഡിനെ അറിയിക്കാം. അത് ഇവിടെ ഇരുന്ന എൻ്റെ ഹസ്ബൻഡാണ് സാധനം. ഇളിച്ചുകൊണ്ട് അവൾ പറയുന്നത് കേട്ട് ആ കുട്ടി അവളെ അന്തം വിട്ടു നോക്കി. മാഡം, അത് കിട്ടിപ്പോയി, അവിടെയുണ്ട്. പെൺകുട്ടി അവൾ കൈ ചൂണ്ടിയിടത്തേക്ക് നോക്കി. അവരോട് പാക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അവൾ ദേവന്റെ അടുത്തേക്ക് നടന്നു. പുറം തിരിഞ്ഞു നിന്ന് ആരോടോ സംസാരിക്കുകയാണവൻ. ആരാണെന്നറിയാൻ അവളിൽ ആകാംക്ഷ നിറഞ്ഞു. അവൻ്റെ അടുത്ത് നിൽക്കുന്ന ആളിനെ കണ്ട് അവൾ ഒന്ന് നിന്നു. ഒരു പെൺകുട്ടി, നല്ല പരിചയം തോന്നുന്നു, എവിടെയോ കണ്ടിട്ടുണ്ട്. ഹായ് യാമിനി, അവളെ കണ്ട് ആ പെൺകുട്ടി അവളോടായി പറഞ്ഞു. അത് കേട്ട് ദേവൻ പിന്തിരിഞ്ഞു നോക്കി. ഹായ്, അവളിൽ അപരിചിതത്വം നിറഞ്ഞു നിന്നിരുന്നു. എന്നെ മനസ്സിലായി കാണില്ല അല്ലേ? യാമിനി, ഇത് അഞ്ജന, എൻ്റെ ബെസ്റ്റി. അവളുടെ ചോദ്യത്തിന് ഇല്ല എന്ന രീതിയിൽ തലയനക്കാനായി തുടങ്ങിയതും ദേവൻ അവളെ പരിചയപ്പെടുത്തി. ആ പേര് കേട്ടപ്പോഴാണ് യാമിക്ക് ബോധം വന്നത്. അഞ്ജന, അഞ്ജു, ദേവേട്ടൻ്റെ ഇൻസ്റ്റാ പോസ്റ്റിലെ അഞ്ജു, ദേവേട്ടനെ പ്രണയിച്ചിരുന്ന അഞ്ജു. അയ്യോ, പാസ്റ്റ് ടെൻസ് മാറി പ്രസന്റ് ആക്കിയിട്ട് വരുമോ? അവൾ കാട് കയറി ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങട്ടെ ദേവ്, കാണാം. ബൈ യാമിനി.
ബൈ അമിനി. അഞ്ജന യാത്ര പറഞ്ഞു പോയെങ്കിലും അവളുടെ ചിന്തകൾ തുടർന്നു. ആ കണ്ണുകളിൽ എവിടെയോ ഒരു നഷ്ടബോധം തങ്ങി നിൽക്കുന്നതായി തോന്നി. യാമിനി, ഇത് അഞ്ജു. എന്നെ ഇനിഷ്യൽ കൂടിച്ചേർത്ത് വിളിക്കായിരുന്നല്ലോ. എങ്ങനെയെങ്കിലും ഈ മനുഷ്യനൊന്ന് വളച്ചൊടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതുപോലുള്ള ഓരോ സാധനങ്ങളുടെ ഇടയിൽ കയറി വരുന്നത്. ദേവി, പാരയാവല്ലേ. അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. ദേവൻ അവൾക്ക് നേരെ നീട്ടിയ കാർഡും വാങ്ങി ബില്ല് പേ ചെയ്തതിന് ശേഷം വാങ്ങിയ സാധനങ്ങളുമായി അവൻ അടുത്തേക്ക് നടന്നു. കാറിൽ കയറിയതിനു ശേഷം കാർഡ് തിരികെ കൊടുത്തെങ്കിലും വാങ്ങിയില്ല. അതെ, എനിക്ക് മാളിലൊന്ന് പോകണമായിരുന്നു. മറുപടിയൊന്നും പറഞ്ഞില്ല എങ്കിലും മാളിലേക്കുള്ള വഴിയിലേക്ക് വണ്ടി തിരിച്ചു. മാളിലെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്ത് അവൻ അവിടെ തന്നെ നിന്നു. മാളിൽ നിന്ന് ഷോപ്പിങ്ങും കഴിഞ്ഞ് തിരികെ ഇറങ്ങുമ്പോഴാണ് കയ്യിലൊരു പിടി വീണത്. ആരാണെന്ന് നോക്കിയ യാമിയുടെ മുഖം വിടർന്നു. ഐഷുമ്മ. മുന്നിൽ നിൽക്കുന്ന ഐശ്വര്യയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ വിളിച്ചു. യാമിച്ചി, എടി നീ ആകെ മാറിപ്പോയി. താലി, സിന്ദൂരം. ഐഷു അവളെ അടർത്തി മാറ്റിക്കൊണ്ട് പറഞ്ഞു. പോടി പോടി, നീ എന്താ ഇവിടെ? വായി നോക്കാൻ വന്നാണല്ലേ? നീ പോടി. ഞാൻ കസിൻ്റെ കൂടെ വന്നതാ. അവളോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്നെയും കണ്ട് ഇങ്ങോട്ട് ഓടിയതാ. അപ്പോൾ എങ്ങനെ പോകുന്നു ലൈഫ് വിത്ത് യുവർ ദേവേട്ടൻ? ഐഷുവിൻ്റെ ചോദ്യം കേട്ട് യാമി എന്തു പറയണമെന്നറിയാതെ നിന്നു. പെട്ടെന്നാണ് യാമിയുടെ ഫോൺ റിങ് ചെയ്തത്. സ്ക്രീനിൽ ദേവേട്ടൻ എന്ന് കണ്ട് ഐഷുവിനോട് പറഞ്ഞിട്ട് ഫോൺ എടുത്തു. നീ അവിടെ തന്നെ കിടക്കാൻ വന്നെയാണോ? മറുപുറത്തു നിന്ന് ദേവൻ ദേഷ്യം നിറഞ്ഞ ശബ്ദം മുഴങ്ങി. ഇതാ വരുന്നു ദേവേട്ട. അവളുടെ മറുപടി കേട്ടതും അവൻ കോൾ കട്ട് ചെയ്തു. ഡി, ദേവേട്ടൻ താഴെ വെയിറ്റ് ചെയ്യുക. ഞാൻ ഇറങ്ങുന്നു, വിളിക്കാം. ഐഷുവിനോട് യാത്ര പറഞ്ഞ് അവൾ താഴേക്ക് പോയി. പാർക്കിംഗ് ഏരിയയിൽ കിടക്കുന്ന കാറിലേക്ക് കയറി. ഐഷുവിനെ കണ്ട സന്തോഷത്തിലായിരുന്നു അവൾ. അവളുടെ ഓർമ്മകൾ പിന്നിലേക്ക് പോയിരുന്നു. അവർ 3 പേരും മാത്രമുള്ള നിമിഷങ്ങൾ അവളിൽ നിറഞ്ഞു. സീറ്റിലേക്ക് ചാരിക്കിടന്ന് അവൾ പുറത്തേക്ക് മിഴിഞ്ഞിട്ടു. യാമിയുടെ നിശബ്ദത ദേവനും ശ്രദ്ധിച്ചു. മ്യൂസിക് പ്ലെയറിൽ അമർന്ന അവൻ്റെ കൈകൾ പിന്നെയും എന്തിനോ അമർന്നു. പാട്ടിനൊപ്പം അവൻ്റെ ചുണ്ടുകളും ചലിക്കുന്നതറിഞ്ഞാണ് യാമി ശ്രദ്ധിച്ചത്. സീറ്റിലേക്ക് ചാരിയിരുന്ന അതേ ഇരിപ്പിൽ അവളുടെ കണ്ണുകൾ അവന് നേരെ തിരിഞ്ഞു. അവയിൽ അത്ഭുതം നിറഞ്ഞു. ദേവേട്ടൻ പാടുന്നു. പ്രണയിച്ചിരുന്നപ്പോൾ പോലും അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പണ്ടെപ്പോഴോ ദേവ് പറഞ്ഞത് അവൾ ഓർത്തെടുത്തു. ദേവേട്ടൻ നന്നായിട്ട് പാട്ട് പാടും. പണ്ടൊക്കെ ഞങ്ങൾക്ക് പാടിത്തരുമായിരുന്നു. വലുതായ പിന്നെ ഒന്നുമില്ലാതായി. ജാടക്കാരനായിപ്പോയി. എല്ലാം ശരിയാക്കണം, അവൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവനെ ശ്രദ്ധിച്ചു. രാത്രി അവൻ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഫോണിൽ തോണ്ടിക്കളിക്കുന്ന അവളെയാണ് കണ്ടത്. അവളുടെ നീളമുള്ള വിരലുകൾ അതിവേഗത്തിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുന്നു. ഈ പാതിരാത്രി അവൾ ആർക്കാണോ ഈ ടൈപ്പ് ചെയ്യുന്നത്? അവൻ കുറച്ചുകൂടി അടുത്തേക്ക് പോയി അവളെ ശ്രദ്ധിച്ചു. ഡബിൾ കോട്ട് ബെഡിന്റെ അങ്ങേയറ്റത്താണ് അവൾ ഇരിക്കുന്നത്. അതിനാൽ അവൻ എത്ര ശ്രമിച്ചിട്ടും ഒന്നും കാണാൻ പറ്റിയില്ല. അവൾ ഇതൊന്നും അറിയാതെ ഐഷുവിനും കാത്തുവിനും അവർ 3 പേരും മാത്രമായിട്ടുള്ള ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ച് തള്ളുന്നു. 2 ആഴ്ച കഴിഞ്ഞ് കാത്തുവിൻ്റെ മാര്യേജാണ്. അതിൻ്റെ ചർച്ചയാണ് നടക്കുന്നത്. അതിൻ്റെ കൂടെ അവളുമാരോരോന്ന് പറഞ്ഞ് യാമിയെ വാരുന്നുണ്ടെങ്കിലും അവൾ അത്ര കാര്യമാക്കിയിരുന്നില്ല. അവസാനം തീരെ സഹിക്കാൻ വയ്യെന്നപ്പോൾ ഗുഡ് നൈറ്റ് പറഞ്ഞ് യാമി ഇറങ്ങി. കിടക്കാൻ നേരം അവളുടെ മനസ്സിൽ നാളെ തൊട്ട് ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു ചിന്ത. കമ്പനിക്കടുത്തായതുകൊണ്ട് രാവിലെ ദേവൻ്റെ കൂടെ ഇറങ്ങാമെന്ന് തീരുമാനിച്ചിരുന്നു. അമ്മയുടെയും ദേവുവിൻ്റെയും നിർദ്ദേശപ്രകാരം സാരിയാണ് വേഷം. പിസ്ത ഗ്രീൻ കളറിലെ പ്ലെയിൻ കോട്ട് സാരി ഭംഗിയായി ഞുറിഞ്ഞെടുത്തു. കഴുത്തിൽ താലിമാര, ഒരു കയ്യിൽ വള, മറ്റേ കയ്യിൽ വാച്ച്, നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ട് വെച്ചു. അധ്യാപികയുടെ ലുക്ക് വന്നോ എന്ന് തിരിഞ്ഞു മറിഞ്ഞു ഒക്കെ നോക്കി. കണ്ണാടിയിൽ കൂടി തന്നെ നോക്കി നിൽക്കുന്ന ദേവനെ എപ്പോഴാണ് അവൾ കണ്ടത്? അവൾ കണ്ടു എന്ന് മനസ്സിലായതും ദേഷ്യത്തോടെ മുഖം തിരിച്ചവൻ താഴേക്ക് നടന്നു. പിന്നാലെ ബാഗും ഫോണും എടുത്ത് അവളും ഇറങ്ങി. ആഹാരം കഴിഞ്ഞ ഉടനെ അവർ ഇറങ്ങി. അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം വാങ്ങി. എല്ലാവരോടും പറഞ്ഞതിന് ശേഷം കാറിലേക്ക് കയറി. കോളേജിന് മുന്നിലായി കാർ അവൻ ഒതുക്കി. ഇറങ്ങാൻ നേരം അവനെ നോക്കിയൊന്ന് യാത്ര പറഞ്ഞെങ്കിലും അവൻ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്ന് കണ്ടതും അവൾക്ക് വിഷമമായി. ഗേറ്റ് കടന്നതും വണ്ടി സ്റ്റാർട്ടാവുന്ന ശബ്ദം കാതിൽ പതിഞ്ഞു. ഒരു ഓൾ ദ ബെസ്റ്റ് പോലും പറഞ്ഞില്ല, ദുഷ്ടൻ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ചിട്ടുള്ള ബിൽഡിങ്ങിൽ UG സെക്ഷനും PG സെക്ഷനും ഉണ്ട്. മെയിൻ ബിൽഡിങ്ങിൽ പ്രിൻസിപ്പലിൻ്റെ റൂം ലക്ഷ്യമാക്കി അവൾ നടന്നു. ഇൻ്റർവ്യൂ ദിവസം അച്ഛൻ്റെ കൂടെ വന്നതുകൊണ്ട് വഴിയറിയാമായിരുന്നു. നടപ്പാതയിൽ ഓരോ അറ്റത്തും കുട്ടികൾ നിൽക്കുന്നത് കണ്ടു. കളർ ഡ്രസ് ആയതുകൊണ്ട് കുട്ടികളാണോ എന്നൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നാലും അങ്ങനെ തന്നെ അനുമാനിച്ചവൾ നടന്നു.
പ്രിൻസിപ്പലിനെയും കണ്ട് ഡിപ്പാർട്ട്മെന്റ് HODയെയും കണ്ടതിന് ശേഷം HOD തന്നെ അവളെ സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോയി. അവൾക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തിയതിനു ശേഷമാണ് അയാൾ തിരികെ ക്യാബിനിലേക്ക് പോയത്. UGയും PGയും ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് സ്റ്റാഫുകളും ഉണ്ടായിരുന്നു. അത്യാവശ്യം പ്രായമുള്ള സ്റ്റാഫുകളായിരുന്നു കൂടുതലും. ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് താനേ ഉള്ളൂ എന്നത് അവൾക്ക് മനസ്സിലായി. എല്ലാവരും വളരെ സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറിയിരുന്നത്. എന്നാലും അതിലൊരാളുമായി അവൾ പെട്ടെന്ന് കൂട്ടായി. ഭവ്യ അവിടുത്തെ പെർമനന്റ് സ്റ്റാഫാണ്. മിസ്സിന് UG മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാലും PGക്കാർക്ക് ലാബിന് കയറേണ്ടി വരും. ഭവ്യ അവൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഫസ്റ്റ് അവർ യാമിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. ഭവ്യയുടെ സഹായത്തോടെ തന്നെ അവൾ ക്ലാസ് കണ്ടുപിടിച്ചു. ദേവി കൂടെ ഉണ്ടായിരിക്കണേ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ക്ലാസ്സിലേക്ക് കയറി. ഫസ്റ്റ് ഇയർ ആണ്. എല്ലാവരുടെയും മുഖത്തെ അപരിചിതത്വം കണ്ട് അവളൊന്ന് പുഞ്ചിരിച്ചു. ആദ്യത്തെ ദിവസം തന്നെ പിള്ളേരെ ബോറടിപ്പിക്കണ്ട എന്ന് കരുതി അവൾ ചെറിയ സെൽഫ് ഇൻട്രൊഡക്ഷനും മറ്റുമായി സമയം കളഞ്ഞു. കുട്ടികളുമായി വേഗം കമ്പനിയായി. 1 മണിക്കൂറിനുള്ളിൽ വാട്സപ്പ് നമ്പർ വരെ കൈമാറി. ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങാൻ നേരം നാളെ വരില്ലേ എന്ന് ചോദിച്ച കുട്ടികളെ നോക്കി അവൾ അന്തം വിട്ടുപോയി. പിള്ളേരിനി ആക്കിയതാണോ? അവൾ അങ്ങനെയും ആലോചിച്ചു. അവളുടെ ആദ്യ ദിനം വളരെ നല്ല രീതിയിൽ കഴിഞ്ഞു പോയിരുന്നു. ഭവ്യയും അവളും ഒരുമിച്ചാണ് ഇറങ്ങിയത്. ഭവ്യയുടെ വീടും കോളേജുമായി വലിയ ദൂരമില്ലാത്തതുകൊണ്ട് അവൾ നടന്നാണ് വരുന്നതും പോകുന്നതും. പരസ്പരം കൂടുതൽ പരിചയപ്പെട്ടുകൊണ്ട് അവർ നടന്നു. ഭവ്യയുടെ ഭർത്താവ് അനിൽ സിറ്റിയിൽ ഒരു പ്രൈവറ്റ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. 2 മക്കൾ, ലയന എന്ന ലച്ചുവും ലാവണ്യ എന്ന ലിച്ചിയും. ലച്ചു 3rd സ്റ്റാൻഡേർഡിലും ലിച്ചി 1st സ്റ്റാൻഡേർഡിലും. ഇറങ്ങാൻ നേരം ദേവനെ വിളിക്കാൻ അച്ഛൻ പറഞ്ഞിരുന്നു. വിളിച്ചപ്പോൾ എടുത്തില്ല. ബസ്സിന് പോകാമെന്ന് കരുതി ഭവ്യയോട് യാത്ര പറഞ്ഞ് അവൾ സ്റ്റോപ്പിലേക്ക് നടന്നു. പെട്ടെന്ന് ഒരു വണ്ടി അവളുടെ അടുത്തേക്ക് വന്ന് ബ്രേക്ക് ഇട്ടു. പെട്ടെന്നായതുകൊണ്ട് അവൾ ഭയന്ന് പിന്നിലേക്ക് മാറിയിരുന്നു. ദേവനാണെന്ന് മനസ്സിലായപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. കൂടുതൽ ചിന്തിച്ചു നിന്നാൽ ചീത്ത കേൾക്കേണ്ടി വരുമെന്നോർത്ത് അവൾ കാറിലേക്ക് കയറി. വീട്ടിൽ ചെന്ന് ഫ്രഷായി നേരെ അടുക്കളയിലേക്ക് പോയി. അവിടെ ചെന്ന് മായയോടും ദേവുവിനോടും വിശേഷങ്ങൾ മുഴുവനും പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. രാത്രി അത്താഴം കഴിക്കുമ്പോഴും അവളുടെ ആദ്യ ദിവസത്തെ വിശേഷങ്ങളായിരുന്നു ചർച്ച. ദേവൻ താല്പര്യമില്ലാത്ത പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ക്ഷീണം കാരണം അവൾ നേരത്തെ കിടന്നിരുന്നു. ദേവൻ റൂമിലേക്ക് വരുമ്പോൾ സുഖമായി ഉറങ്ങുന്ന യാമിയെയാണ് കണ്ടത്. കുറച്ചുനേരം ഇരുന്ന് ഒഫീഷ്യൽ മെയിലൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം അവൻ കിടന്നു. മെല്ലെ അവൾക്ക് അഭിമുഖമായി തിരിഞ്ഞു കിടന്നു. വലത് കൈ കവിളിലേക്ക് ചേർത്തുകൊണ്ട് കൂർപ്പിച്ചു കിടന്നുറങ്ങുന്ന അവളെ കണ്ട് അവൻ്റെ മുഖം പ്രകാശിച്ചു. അവളുടെ മുഖത്തേക്ക് മിഴിയുറപ്പിച്ചുകൊണ്ട് അവൻ ഉറങ്ങി. പിറ്റേന്ന് ദേവൻ ഓഫീസിൽ നേരത്തെ എത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവൻ്റെ കൂടെ വന്നതിനാൽ അവളും കോളേജിൽ നേരത്തെ എത്തിയിരുന്നു. അധികം കുട്ടികളൊന്നും ഇല്ലാതെ എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കോളേജ് ഒന്ന് ചുറ്റി കാണാൻ തീരുമാനിച്ചു. മെയിൻ ബിൽഡിങ്ങിൽ നിന്നുള്ള വലിയ നടപ്പാതയിലൂടെ അവൾ നടന്നു നീങ്ങി. നടപ്പാതയ്ക്ക് ഇരുവശവും വാഗമരം കൊണ്ട് നിറഞ്ഞിരുന്നു. അവിടെ അവൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഇടയ്ക്ക് തഴുകി തലോടുന്ന കുളിർക്കാറ്റും കാറ്റത്ത് കൊഴിഞ്ഞു വീഴുന്ന വാഗപ്പൂവുകളും അവളിൽ പ്രത്യേക അനുഭൂതി സൃഷ്ടിച്ചു. മരച്ചുവട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങളിൽ ഒന്നിലിരുന്നു കൊണ്ട് അവൾ പരിസരം വീക്ഷിച്ചു. തൊട്ടടുത്ത മരച്ചുവട്ടിൽ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പരസ്പരം കൈകോർത്തിരിക്കുന്നത് കണ്ടു. അത് കണ്ട് യാമിയുടെ ചൊടികൾ വിരിഞ്ഞു. കുറച്ചുനേരം അവിടെ ഇരുന്നതിന് ശേഷം അവൾ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. വല്ലാത്തൊരു ഉന്മേഷം അവളിൽ നിറഞ്ഞു. അത് അവളുടെ ചുണ്ടിൽ പുഞ്ചിരിയായി നിറഞ്ഞു നിന്നു. രാവിലെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. സ്റ്റാഫ് റൂമിലേക്കുള്ള വഴിയിൽ എതിരെ നടന്നു വന്ന ഭവ്യ അവളെ നോക്കി. ആരും ഉണ്ടായിരുന്നില്ല. ഒന്ന് ചുറ്റിക്കാണാമെന്ന് വിചാരിച്ചു. ആഹാ, എന്നിട്ട് കണ്ടോ? ആകാംക്ഷയുടെ പറയുന്ന യാമിയെ കണ്ട് ഭവ്യ ചോദിച്ചു. കുറച്ചൊക്കെ, ബാക്കി പിന്നീട് കാണാം. ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്റ്റാഫ് റൂമിലേക്ക് കയറി. യാമി അന്നു തൊട്ട് ക്ലാസ് എടുത്തു തുടങ്ങിയിരുന്നു. തുടക്കക്കാരിയായതിനാലുള്ള പോരായ്മകൾ അവളിലും ഉണ്ടായിരുന്നു. എന്നാൽ അവയെല്ലാം മറികടക്കാൻ ഭവ്യ അവളെ നന്നായി സഹായിച്ചു. അങ്ങനെ ഓരോ ദിവസങ്ങളും കടന്നുപോയി. കോളേജിലെ ഒഴിവു സമയങ്ങളിലെല്ലാം അവളും ഭവ്യയും ഒരുമിച്ചായിരുന്നു. പരസ്പരം വിശേഷങ്ങൾ പങ്കുവെച്ചും സഹായിച്ചും അവർ കൂടുതൽ അടുത്തു. അധികം വൈകാതെ തന്നെ അധ്യാപനത്തിൽ അവൾ മികവ് തെളിയിച്ചു. കുട്ടികൾക്ക് പ്രിയപ്പെട്ട അധ്യാപികമാരിൽ ഒരാളായി അവളും മുന്നിട്ട് നിന്നു. വീട്ടിലുള്ള സമയം അവൾ ദേവനെ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു. എത്രയൊക്കെ ചീത്ത കേട്ടാലും അവനു വേണ്ടി ഓരോന്ന് ചെയ്യുന്നത് അവളുടെ ഹോബിയായി മാറി. എത്രയൊക്കെ ചീത്ത പറഞ്ഞാലും രാത്രി അവളെ നോക്കി
അവളുടെ മുഖം മനസ്സിൽ ആവാഹിച്ചുറങ്ങുന്നത് അവനും ശീലമായിരുന്നു. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദേവൻ മുഖപുരയോടെ സംസാരിക്കുന്നത് കേട്ട് കൃഷ്ണദേവ് പത്രത്തിൽ നിന്ന് മിഴികൾ ഉയർത്തി. ഞാൻ ഡിവോഴ്സിന് മൂവ് ചെയ്യുകയാണ്. എനിക്ക് പറ്റില്ല. ദേവൻ പറഞ്ഞ കാര്യം കേട്ട് അയാളുടെ മുഖം കറുത്തു. അടുത്തു നിന്നിരുന്ന മായയെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അയാൾ അകത്തേക്ക് പോയി. മോനെ, നീ എന്തൊക്കെയാ പറയുന്നത്? മായ നിറമിഴികളോടെ ദേവനോട് ചോദിച്ചു. എനിക്ക് പറ്റില്ലമ്മേ. എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അവൾക്ക് എന്നെയും. പറഞ്ഞു തീരുന്നതിനു മുൻപേ മായയുടെ വലത് കൈ ദേവന്റെ ഇടത് കവിളിൽ പതിഞ്ഞു. അലർച്ചയോടെ യാമി മയക്കത്തിൽ നിന്നുണർന്ന് കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. സ്ഥലകാല ബോധം വന്നപ്പോൾ ചുറ്റും വന്ന് നോക്കി. ആരുമില്ല എന്ന് കണ്ടതും ആശ്വാസമായി. ഉച്ചയ്ക്ക് ഫ്രീ ടൈമിൽ ഓരോന്നാലോചിച്ച് മേശമേൽ തല വെച്ചുറങ്ങുകയായിരുന്നു. തലയിൽ കയ്യും താങ്ങിയിരുന്ന് അവൾ വീണ്ടും ആ രംഗങ്ങൾ മനസ്സിലാലോചിച്ചു. കൈയൊക്കെ വിറയ്ക്കുന്നു. എനിക്ക് പറ്റില്ലമ്മേ. എനിക്ക് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അവൾക്ക് എന്നെയും. പറഞ്ഞു തീരുന്നതിനു മുൻപേ മായയുടെ വലത് കൈ ദേവന്റെ ഇടത് കവിളിൽ പതിഞ്ഞു. അലർച്ചയോടെ യാമി മയക്കത്തിൽ നിന്നുണർന്ന് കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. സ്ഥലകാല ബോധം വന്നപ്പോൾ ചുറ്റും വന്ന് നോക്കി. ആരുമില്ല എന്ന് കണ്ടതും ആശ്വാസമായി. ഉച്ചയ്ക്ക് ഫ്രീ ടൈമിൽ ഓരോന്നാലോചിച്ച് മേശമേൽ തല വെച്ചുറങ്ങുകയായിരുന്നു. തലയിൽ കയ്യും താങ്ങിയിരുന്ന് അവൾ വീണ്ടും ആ രംഗങ്ങൾ മനസ്സിലാലോചിച്ചു. കൈയൊക്കെ വിറയ്ക്കുന്നു. ഏയ്, നീ വന്നില്ലല്ലോ. അതുകൊണ്ട് പോകാൻ തോന്നിയില്ല. ഭവ്യയുടെ മറുപടിയിൽ യാമി ചിരിച്ചു. പറയ, എന്താ പ്രശ്നം? ഒന്നുമില്ലെന്ന് പറഞ്ഞൊഴിയണ്ട. നിന്റെ ഈ ചളങ്ങിയ മുഖം കണ്ടറിയാം എന്തോ ഉണ്ടെന്ന്. ഭവ്യ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് ചോദിച്ചു. പ്രശ്നമെന്ന് ചോദിച്ചാൽ അതേ ഉള്ളു ചേച്ചി. അവൾ തമാശയായി പറഞ്ഞതാണെങ്കിലും അതിലെ വേദന ഭവ്യയ്ക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു. യാമി ഓരോന്നായി പറഞ്ഞു തുടങ്ങി. ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ കേട്ട് ഭവ്യ തരിച്ചിരുന്നു പോയി. എങ്ങനെയുണ്ട് എൻ്റെ ജീവിതം? കോമഡിയല്ലേ? എനിക്കറിയില്ല ചേച്ചി. വേദന നിറഞ്ഞൊരു പുഞ്ചിരി അവളിൽ നിറഞ്ഞു. അത് മനസ്സിലാക്കിയെന്നോണം തികച്ചും അപ്രതീക്ഷിതമായി ഭവ്യയുടെ കൈകൾ അവളുടെ കൈകളിൽ അമർന്നു. ചിരിയോടെ യാത്ര പറഞ്ഞ് നടന്നു പോകുന്ന യാമിയെ കണ്ട് ഭവ്യയുടെ കണ്ണു നിറഞ്ഞു. അഞ്ജു, ഓഫ് കോഴ്സ് ഞാൻ വരും. 7 o'clock അല്ലേ? അഞ്ജുവിനെ ഞാൻ പിക്ക് ചെയ്യും. ഓക്കെ, സി യു, ബൈ. ഫോൺ കട്ട് ചെയ്ത് കൗച്ചിലേക്ക് വെച്ചുകൊണ്ട് ദേവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു. പുറത്തെ കാഴ്ചകളിൽ കണ്ണു കറപ്പിച്ചിരുന്നെങ്കിലും അവൻ്റെ സംഭാഷണം അവളും കാതോർത്തിരുന്നു. ഒരു അഞ്ജു. അവള് കുറച്ചു മുന്നേ കണ്ട സ്വപ്നം തെളിഞ്ഞു. അവളിലെ പുച്ഛം മാറി ഭയം നിറഞ്ഞു. രണ്ടും കൽപ്പിച്ചവൾ അവനോട് ചോദിക്കാൻ തീരുമാനിച്ചു. ദേവേട്ടാ. അവൾ വിളിക്കുന്നത് കേട്ടിട്ടും പ്രതികരിക്കാതെ ഇരിക്കുന്ന ദേവനെ കണ്ട് അവൾക്ക് ദേഷ്യം വന്നു. ദേവേട്ടാ. അവൻ്റെ ചെവിക്കടുത്തായി ചെന്ന് അലറി വിളിച്ചു. അവളുടെ അലറൽ കേട്ട് ഞെട്ടിയവൻ ബ്രേക്ക് ചവിട്ടി. എന്തടിപ്പില്ലേ? രാത്രി എങ്ങോട്ടാ പോകുന്നേ? ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചത് കേട്ട് അവൻ്റെ ദേഷ്യം ഇരട്ടിയായി. മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ദേഷ്യത്തോടെ പറഞ്ഞ് അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധ തിരിച്ചു. അതുതന്നെയാ ചോദിച്ചത്. ഇതും എൻ്റെ ബിസിനസ് തന്നെയാ. മറുപടിയൊന്നും പറയാതിരിക്കുന്ന അവനെ കണ്ട് അവൾ മുഖം തിരിച്ചിരുന്നു. വീട്ടിലെത്തിയതിനു ശേഷം ദേവൻ നേരെ റൂമിലേക്ക് പോയിരുന്നു. സാധാരണ വന്നയുടനെ അടുക്കളയിലേക്ക് ഓടുന്ന യാമി അന്ന് പക്ഷേ ദേവനെ അനുഗമിച്ചു. ഡോറിനടുത്തെത്തിയപ്പോഴാണ് അകത്തുനിന്ന് ദേവന്റെ ശബ്ദം കേൾക്കുന്നത്. ആരോടോ ഫോണിൽ സംസാരിക്കുകയാണ്. ഇന്ന് ഈവനിങ് പറ്റില്ല സാം, കുറച്ച് ബിസി ആയിരിക്കും. ഒരു റിസപ്ഷൻ ഉണ്ട്. ഓക്കെ സാം, വിൽ ക്യാച്ച് യു ലേറ്റർ. ഫോൺ ടേബിളിൽ വെച്ച് ദേവൻ ഫ്രഷ് ആവാൻ കയറി. ഓഹോ, അപ്പോൾ അതാണ് സംഭവം. അതിനാണ് അഞ്ജുവിനെ പിക്ക് ചെയ്യുന്നതല്ലേ? ഇതിപ്പോൾ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. യാമി ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ്. എന്തോ ഓർമ്മ വന്നതുപോലെ അവൾ നിന്നു. ശേഷം താഴേക്കുള്ള സ്റ്റെപ്പുകൾ ഓടിയിറങ്ങി. ഗ്ലാസ്സിൽ ചായ പകർന്നുകൊണ്ടിരിക്കുകയാണ് മായ. യാമി വരുന്നത് കണ്ട് അവരുടെ മുഖം തിളങ്ങി. എന്നും ഓടി ഇങ്ങോട്ട് വരുന്നയാൾക്ക് ഇന്ന് എന്തു പറ്റി എന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു. മായ അടുത്ത ഗ്ലാസ് എടുത്തുകൊണ്ട് പറഞ്ഞു. അതമ്മേ, ദേവേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ റിസപ്ഷൻ. അങ്ങോട്ട് പോകാനുള്ള തിരക്കിലായിരുന്നു. എന്നിട്ട് മോൾ ഈ വേഷത്തിലാണോ പോകുന്നത്? വേറെ മാറുന്നില്ലേ? അവളെ അടിമുടി നോക്കിക്കൊണ്ട് മായ പറഞ്ഞു. അതിന് ഞാൻ പോകുന്നില്ലമ്മേ, ദേവേട്ടൻ മാത്രമാണ് പോകുന്നത്. യാമി പറഞ്ഞു നിർത്തി. അത് കൊള്ളാലോ, ഞാൻ പറയാം അവനോട്. മോള് പോയി റെഡി ആയിട്ട് വാ. മായ അവളോട് പറഞ്ഞുകൊണ്ട് ചായ വെച്ച് ട്രേയുമായി നടന്നു. ബാക്കി അമ്മ നോക്കിക്കോളും. യാമി മനസ്സിൽ പറഞ്ഞുകൊണ്ട് വന്ന സ്പീഡിൽ തിരികെ റൂമിലേക്ക് ഓടി. അവൾ റൂമിലേക്ക് കയറുമ്പോൾ ദേവൻ റൂമിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു. അവന് നേരെ മുഖം കൊട്ടിക്കൊണ്ട് അവൾ അകത്തേക്ക്
പോയി. ഇവളിത് എന്താ കാണിക്കുന്നതെന്ന ഭാവത്തിൽ ദേവൻ താഴേക്കും പോയി. ദേവൻ ഇട്ടിരുന്ന ബ്ലൂ പെയിന്റ് ഷർട്ടിനും സ്കിൻ കളർ ജീനും മാച്ചായി അതേ കളർ കോമ്പിനേഷന് വരുന്ന പ്ലെയിൻ സ്ട്രെയിറ്റ് സൽവാർ സ്യൂട്ട് അണിഞ്ഞവൾ വേഗം റെഡിയായി ഇറങ്ങി. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന യാമിയെ കണ്ട് അവൻ്റെ കണ്ണുകളിൽ അതിശയമായിരുന്നു. നീ നോക്കണ്ട, മോളും വരുന്നുണ്ട് നിന്റെ കൂടെ. അവളെ തന്നെ നോക്കിയിരിക്കുന്ന ദേവനെ കണ്ട് മായ അവനോടായി പറഞ്ഞു. അമ്മേ, അത് പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ മതി. മായ കുറച്ച് കടുപ്പിച്ചത് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ഇതെല്ലാം കണ്ട് യാമിയുടെ ഉള്ളിൽ ചിരി പൊട്ടി. ഡ്രൈവിങ്ങിനിടയിലും തന്നെ രൂക്ഷമായി നോക്കുന്ന ദേവന് നേരെ പല്ലിളിച്ചു കാട്ടി മുന്നേറുകയാണ് യാമി. അല്ല ദേവേട്ടാ, ഈ റിസപ്ഷൻ എവിടെ വെച്ചിട്ടാണ്? യാമി സംശയത്തോടെ ചോദിച്ചു. യമപുരിയിൽ വെച്ച്. മിണ്ടാതിരടി, ദേഷ്യത്തോടെ അവൻ തിരിച്ചടിച്ചു. ആഹാ, എന്നെ യമപുരിയിലേക്ക് കൊണ്ടുപോകാൻ കാലൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണോ? ഡി അതെ കാലേട്ടാ, അല്ല ദേവേട്ടാ. ഡീപ്. അവൻ ഇടത് കൈ കൊണ്ട് അവളുടെ കയ്യിൽ പിടിക്കാൻ ഞാൻ ആഞ്ഞതും അവൻ്റെ ഫോൺ റിങ് ചെയ്തതും ഒരുമിച്ചായിരുന്നു. വണ്ടി സൈഡാക്കി ഒതുക്കി അവൻ കോൾ എടുത്തു. അയ്യോ സോറി ഞാൻ മറന്നുപോയി. നീ നടക്കണ്ട, വെയിറ്റ് സെക്കൻഡ്, ഞാൻ യൂ ടേൺ എടുത്തു വരാം. പോരിനിടയിൽ അഞ്ജുവിനെ വിളിക്കുന്ന കാര്യം ദേവൻ വിട്ടുപോയിരുന്നു. അവളുടെ വീടിന് മുന്നിലെത്തിയിട്ടും നിർത്താതെ പോകുന്ന ദേവന്റെ വണ്ടി കണ്ട് അവനെ വിളിച്ചതാണ് അഞ്ജു. വണ്ടി യൂ ടേൺ എടുത്ത് തിരികെ വന്ന് അഞ്ജുവിൻ്റെ വീടിന് മുന്നിൽ നിർത്തി. കോ ഡ്രൈവർ സീറ്റിലെ ഡോർ തുറക്കാൻ തുടങ്ങിയ അവൾക്ക് മുന്നിൽ ഗ്ലാസ് താഴ്ന്നു വന്നു. തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന യാമിയെ കണ്ട് അവളുടെ മുഖം കടുത്തു. മുഖത്തെ ഭാവമാറ്റം പുറത്തു കാണിക്കാതെ അവൾ പിന്നിലെ ഡോർ തുറന്നു കയറി. ഈ ദേവേട്ടൻ്റെ കാര്യം, അഞ്ജു കേൾക്കാൻ പാകത്തിൽ എന്നാൽ പതിയെ പറഞ്ഞുകൊണ്ട് യാമി നാണത്തോടെ ചുണ്ടു തുടച്ചു. അതുകൂടി കണ്ടതോടെ അഞ്ജു കാറ്റുപോയ ബലൂണ് പോലെയായി. ഇതെല്ലാം കണ്ട് ദേവന്റെ കിളി പറന്നു. ദേവന്റെ കോളേജ് മേറ്റായ റോയിയുടെ മാരേജ് റിസപ്ഷൻ ആയിരുന്നു. കുറച്ചുപേരെ യാമിക്ക് കല്യാണത്തിന് കണ്ട പരിചയമുണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് വൈഫ് എന്ന് പറഞ്ഞ് അവൻ പരിചയപ്പെടുത്തുമ്പോൾ ഉള്ളിലവൾ തുള്ളിച്ചാടുകയായിരുന്നു. ഒരു ഗെറ്റ് ടുഗദർ മൂഡിലായിരുന്നു എല്ലാവരും. ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്ന് തമാശ പറഞ്ഞും പരസ്പരം കളി പറഞ്ഞും ചിരിക്കുന്ന ദേവനെ നോക്കി യാമി ഇരുന്നു പോയി. കുറച്ചു നേരം അവിടെ ഇരുന്നപ്പോഴേക്കും യാമിക്ക് ബോറടിച്ചു തുടങ്ങിയിരുന്നു. ദേവനെയും തൊട്ടടുത്തിരുന്ന് സംസാരിക്കുന്ന അഞ്ജുവിനെയും നോക്കി യാമി ഇരുന്നു. വെറുതെ ചുറ്റും കണ്ണോടിച്ചിരിക്കുമ്പോഴാണ് ദേവൻ കഴിക്കാൻ പോകാനായി വിളിച്ചത്. ബൊഫെ ആയിരുന്നതുകൊണ്ട് ഫുഡും എടുത്ത് യാമി ദേവന്റെ കൂടെ നടന്നു. ടേബിളിൽ ദേവന്റെ അടുത്തായി ഇരിക്കാൻ വന്നതും അവളുടെ മുടിയിൽ എന്തോ കൊളുത്തിയതെറിഞ്ഞ് തിരിഞ്ഞു നോക്കി. ഒരു കുഞ്ഞുകുട്ടി അറിയാതെ വന്ന് പിടിച്ചതാണ്. കുഞ്ഞിനെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് അവൾ ഇരിക്കാൻ നോക്കിയപ്പോഴാണ് കിട്ടിയ തക്കത്തിന് അവിടെ കയറിയിരിക്കുന്ന അഞ്ജുവിനെ കണ്ടത്. യാതൊരു കൂസലുമില്ലാതെ അവളോട് സംസാരിച്ചുകൊണ്ട് കഴിക്കുന്ന ദേവനെ കണ്ട് യാമിക്ക് ദേഷ്യം വന്നിരുന്നു. അവൾ ദേവന്റെ അപ്പുറത്തായി നോക്കിയെങ്കിലും അവിടെ വേറെ ആരോ ഇരിക്കുന്നു. അഞ്ജുവിനെ കൊല്ലാനുള്ള ദേഷ്യം വന്നെങ്കിലും അവൾ സംയമനം പാലിച്ചു. പെട്ടെന്ന് തോന്നിയ ബുദ്ധിയിൽ കയ്യിലിരുന്ന ഡെസേർട്ടിന്റെ ബൗൾ പതിയെ ചരിച്ചു. അവളുടെ ഉദ്യമം വിജയിച്ചിരുന്നു. വിടർത്തി മുന്നിലേക്ക് നീട്ടിയിട്ടിരുന്ന മുടിയിലും കയ്യിലുമായി എന്തോ ഒഴുകിയിറങ്ങുന്നതറിഞ്ഞാണ് അഞ്ജു നോക്കിയത്. അവൾ നിലവിളിച്ചുകൊണ്ട് യാമിയെ നോക്കി. അയ്യോ സോറി. യാമി ചിരിയടക്കി വിഷമം അഭിനയിച്ചു പറഞ്ഞു. വേറെ നിവർത്തിയില്ലാതെ അഞ്ജു വാഷ്റൂമിലേക്ക് നടന്നു. കിട്ടിയ തക്കത്തിന് ദേവനടുത്തായി യാമി ഇരുന്നു. ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവൻ. ഡോണ്ട് ബി സോ ചീപ്പ്, ദേവൻ ദേഷ്യത്തോടെ അവളുടെ ചെവിയിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. അത് കണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു. ഞാൻ ചീപ്പാണ്, വാശിയുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളും എഴുന്നേറ്റു. കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നതിന് ശേഷം എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി. മുന്നിൽ കയറാനായി യാമി ഡോർ തുറന്നതും അവിടെ ഇരിക്കുന്ന അഞ്ജുവിനെ കണ്ടു. ഓ സോറി, യാമി ഉള്ളത് ഞാൻ ഓർത്തില്ല, ഞാൻ പുറകിലിരിക്കാം. അഞ്ജു അമിത വിനയത്തോടെ ഇറങ്ങാൻ തുടങ്ങി. അത് സാരമില്ല, നീ അവിടെ ഇരിക്കുക, അവൾ പിന്നിലിരുന്നോളും. ദേവനിൽ നിന്ന് അഞ്ജു പ്രതീക്ഷിച്ചതും അതുതന്നെയായിരുന്നു. യാമിയും അതുതന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നിശബ്ദമായി പിൻസീറ്റിൽ കയറിയിരുന്നു. ദേവൻ മിററിലൂടെ അവളെ ഒന്ന് നോക്കി വണ്ടി സ്റ്റാർട്ട് ചെയ്തു.